കുട്ടിക്കാലത്ത് ഞാൻ പഠിച്ച ക്ലാസ്സുകളിലൊക്കെ ഒരു കാര്യത്തിൽ ഞാൻ ഒന്നാമതായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ക്ലാസ്സിലെ ഏറ്റവും ഡാർക്ക് സ്കിന്നുള്ള കുട്ടി ആരാന്ന് ചോദിച്ചാൽ അത് ഞാനായിരുന്നു. ഇപ്പോൾ വലിയ പരിഷ്കാരിയായിട്ട് ഡാർക്ക് സ്കിൻ എന്നൊക്കെ പറയുമെങ്കിലും അന്ന് പറഞ്ഞിരുന്നത് കറുത്ത കുട്ടി എന്നാണ്. കൂടെ പഠിച്ച കൂട്ടുകാരിൽ നിന്നും ടീച്ചേഴ്സിൽ നിന്നും ഒരുപാട് ഒറ്റപ്പെടുത്തലുകളും മാറ്റി നിർത്തലുകളും അനുഭവിച്ചിട്ടുണ്ട്. കൂടെ പഠിച്ച കുട്ടികൾ പോട്ടെ, പക്ഷെ നമ്മൾ കറുപ്പായതുകൊണ്ട് നമ്മളൊന്നും പഠിക്കില്ല, നമ്മളെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല എന്നായിരുന്നു പല ടീച്ചേഴ്സിൻ്റെയും വിചാരം. ഇവളെന്താ ഇത്രയും കറുത്തു പോയത്, ഇവളുടെ പല്ല് മാത്രമേ എനിക്ക് കാണാൻ പറ്റുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കളിയാക്കിയിട്ടുണ്ട്. ക്ലാസ്സിൽ ബഹളം വയ്ക്കുന്ന ആൺകുട്ടിയോട് അവൻ മിണ്ടാതിരുന്നില്ലെങ്കിൽ അവനെ എൻ്റെ അടുത്ത് കൊണ്ടിരുത്തുമെന്ന് പറഞ്ഞൊരു അധ്യാപിക ഉണ്ടായിരുന്നു. ഒരു സാധാരണ ടീച്ചറായിരുന്നു അവരെങ്കിലും ഞാനൊരു പക്ഷേ ഈ സംഭവം മറന്നുപോയേനെ. പക്ഷെ അവരൊരു സിസ്റ്ററായിരുന്നു, കന്യാസ്ത്രീയായിരുന്നു. കാറ്റിസം ക്ലാസ്സിൽ എനിക്ക് കറുത്ത കുട്ടികളെയൊന്നും ഇഷ്ടമില്ല എന്നും കറുത്ത കൂട്ടുകാരൊന്നും എനിക്കില്ല എന്നും എൻ്റെ കൂട്ടുകാരെല്ലാം വെളുപ്പാണെന്നും അഭിമാനത്തോടെ പറയുന്ന ഒരു സീനിയർ ചേച്ചിയെയും അത് കേട്ട് ഒന്നും മിണ്ടാതെ തലയാട്ടുന്ന ഒരു അധ്യാപികയെയും എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അന്നെൻ്റെ കുഞ്ഞു മനസ്സ് ഒരുപാട് ആഗ്രഹിച്ചു, ഈ ടീച്ചർ എന്താ ആ ചേച്ചിയെ വഴക്ക് പറയാത്തത്, കറുത്ത കുട്ടികളോട് കൂട്ടുകൂടാൻ പറയാത്തത് എന്താ എന്നൊക്കെ ഒരുപാട് ഞാൻ ആഗ്രഹിച്ചു. പക്ഷെ അങ്ങനെയൊന്നും ഉണ്ടായില്ല കേട്ടോ. ഒരുപക്ഷെ നമ്മൾ ടീച്ചേഴ്സിൽ നിന്ന് ഒരുപാട് എക്സ്പെക്റ്റ് ചെയ്യില്ലേ, അതുകൊണ്ടായിരിക്കും ടീച്ചർ അങ്ങനെ റെസ്പോണ്ട് ചെയ്യുമെന്ന് ഞാൻ ആഗ്രഹിച്ചത്. ഒരുപക്ഷെ ടീച്ചേഴ്സ് നമ്മളെപ്പോലെ മനുഷ്യരാണ് എന്ന് അന്ന് എനിക്ക് ചിന്തിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ആ ഒരു ട്രോമ എനിക്ക് ഉണ്ടാവില്ലായിരുന്നു. ജനിച്ച അന്ന് മുതൽ നീ കറുപ്പാണ്, അതുകൊണ്ട് നിന്നെക്കൊണ്ട് ഒന്നിനും കൊള്ളില്ല, നിനക്ക് ഭംഗിയില്ല എന്നൊക്കെ നമ്മളോട് അറിഞ്ഞും അറിയാതെയും പറഞ്ഞും പെരുമാറിയൊക്കെ നമ്മുടെ ഉള്ളിൽ അങ്ങനെ ഒരു സങ്കടമോ അങ്ങനെ ഒരു ട്രോമയൊക്കെ ഉള്ളിൽ വരും. അതെപ്പോഴെങ്കിലും നമ്മൾ എവിടെയെങ്കിലും എഴുതുകയോ അല്ലെങ്കിൽ ആരോടെങ്കിലും ഷെയർ ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ ആദ്യം അവർ പറയുന്നത്, നീ ഇങ്ങനെയൊക്കെ പറയുന്നത് നിനക്ക് കോംപ്ലക്സ് ഉള്ളത് കൊണ്ടാണ്. അതെ, എനിക്ക് കോംപ്ലക്സ് ഉള്ളത് കൊണ്ടാണ്. ഈ കോംപ്ലക്സ് ഒന്നും ഞാൻ ജനിച്ചപ്പോൾ കൊണ്ടുവന്നതല്ല, എനിക്ക് ചുറ്റുമുള്ളവരിൽ നിന്ന് എനിക്ക് കിട്ടിയതാണ്. ഇതിൻ്റെ പേരിൽ പല ഫ്രണ്ട്സും എന്നെ അൺഫ്രണ്ട് വരെ ചെയ്തു പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ, ഇതിലൊന്നും വലിയ കാര്യമില്ലെന്ന്. ആൾക്കാർ പലതും പറയും. നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുക, നിങ്ങൾ നിങ്ങളെ വിശ്വസിക്കുക, നിങ്ങൾ കാരണം മറ്റാരും വിഷമിക്കാതിരിക്കുക, അത് ഉറപ്പാക്കുക, അങ്ങനെയൊക്കെ അങ്ങ് മുന്നോട്ട് പോവുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ.